കോപ്പ അമേരിക്ക ഉദ്ഘാടന മത്സരത്തിൽ അർജന്റീനയ്ക്ക് വിജയം. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് കാനഡയെ പരാജയപ്പെടുത്തത്. യൂറോ കപ്പിൽ എതിരില്ലാത്ത 1 ഗോളിന് സ്പെയിൻ നിലവിലെ ചാമ്പ്യന്മാരായ ഇറ്റലിയെ പരാജയപ്പെടുത്തി. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അമൽനാഥ് പാടിച്ചാൽ ചേരുന്നു. അമൽനാഥ്, എങ്ങനെയായിരുന്നു അർജന്റീനയുടെ വിജയം? ഫുട്ബോൾ ആരാധകർക്ക് ഉറക്കമില്ലാത്ത ദിവസങ്ങളാണ് ഇനി മുന്നോട്ടുള്ളത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം മുന്നേ തന്നെ യൂറോ കപ്പ് മത്സരങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു. ഇന്ന് പുലർച്ചെയോടെ കോപ്പ അമേരിക്ക മത്സരങ്ങൾക്കും തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ എല്ലാ സമയങ്ങളിലും ലൈവ് ഫുട്ബോൾ ആരാധകർക്ക് കാണാൻ ഉണ്ട് എന്നതാണ് ഏറെ പ്രത്യേകതയുള്ള ഒരു കാര്യം. ഇന്നത്തെ ഉദ്ഘാടന മത്സരത്തിൽ അർജന്റീന കാനഡയാണ് പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. കോപ്പ അമേരിക്കയിൽ 2-0 എന്ന സ്കോറിനായിരുന്നു മത്സരം അർജന്റീന വിജയിച്ചിട്ടുണ്ടായിരുന്നത്. ഫിഫ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ് അർജന്റീന, 48-ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ് കാനഡ. എന്നാൽ ആദ്യ ഫസ്റ്റ് ഹാഫിൽ ഒരു ഏകപക്ഷീയമായ ഒരു മത്സരമായിരുന്നില്ല ഉണ്ടായിരുന്നത്. വളരെ ബുദ്ധിമുട്ടി തന്നെയായിരുന്നു അർജന്റീന ഇത്തരത്തിൽ കോപ്പ അമേരിക്കയിൽ ഇന്നത്തെ ഉദ്ഘാടന മത്സരത്തിൽ ആദ്യ പകുതിയിൽ പിടിച്ചു നിന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആദ്യ 45 മിനിറ്റിൽ ഇരു ടീമിനും ഗോൾ സ്കോർ ചെയ്യാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. പിന്നീട് അങ്ങോട്ട് 2-ാം പകുതിയിൽ ഇറങ്ങിയതോടുകൂടി അർജന്റീന കുറച്ചും കൂടി ഒരു അറ്റാക്കിംഗ് ഫുട്ബോളിലേക്ക് വരുന്നതാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു റിസൾട്ട് 49-ാമത്തെ മിനിറ്റിൽ തന്നെ ലഭിക്കുകയും ചെയ്തിരുന്നു. അൽവാരസ് ആയിരുന്നു 49-ാമത്തെ മിനിറ്റിൽ അർജന്റീനയ്ക്ക് വേണ്ടി ആദ്യ ഗോൾ സ്കോർ ചെയ്തത്. പിന്നീട് അങ്ങോട്ട് അർജന്റീനയുടെ കാലിൽ തന്നെയായിരുന്നു ആ കളിയുടെ നിയന്ത്രണം ഉണ്ടായിരുന്നത്. 88-ാമത്തെ മിനിറ്റിൽ വീണ്ടും അർജന്റീന വലകുലുക്കുന്ന ഒരു കാഴ്ച. മാർട്ടിനസ് ആണ് 88-ാമത്തെ മിനിറ്റിൽ ഗോൾ സ്കോർ ചെയ്തിരുന്നത്. മറ്റ് കണക്കുകൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ, ബോൾ പൊസിഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അർജന്റീനയ്ക്ക് 65% 35% മാത്രമേ കാനഡയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഷോട്ട് ഓൺ ടാർഗറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അർജന്റീന 9 ഷോട്ടുകളായിരുന്നു കാനഡയുടെ പോസ്റ്റിലേക്ക് തൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. കാനഡയാണെങ്കിൽ 2 ഷോട്ടുകൾ. മറ്റു കണക്കുകളൊക്കെ തന്നെയും അർജന്റീനയ്ക്ക് തന്നെയാണ് അനുകൂലമായി നിൽക്കുന്നത്. ഒരു 2-0 ഒരു ആധിപത്യം, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ആധിപത്യത്തോടുള്ള ഒരു വിജയം തന്നെയാണ് ഉദ്ഘാടന മത്സരത്തിൽ കാണാൻ വേണ്ടി സാധിച്ചത്. അതേസമയം തന്നെ യൂറോ കപ്പിലേക്ക് പോവുകയാണെങ്കിൽ ഇന്നലെ ഉണ്ടായിരുന്നത് 3 തവണ യൂറോ നേടിയ സ്പെയിനും ഒപ്പം തന്നെ നിലവിലെ ചാമ്പ്യന്മാരായ ഇറ്റലിയും തമ്മിലുള്ള ഒരു മത്സരമാണ്. കരുത്തന്മാർ തമ്മിലുള്ള ഒരു മത്സരം തന്നെയായിരുന്നു ഇത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആ കണക്കുകൾ പരിശോധിച്ചാൽ നമുക്കത് കാണാൻ വേണ്ടി സാധിക്കും. ബോൾ പൊസിഷൻ നോക്കുകയാണെങ്കിൽ സ്പെയിൻ 58%, ഇറ്റലി 42%. പൊതുവെ സ്പെയിൻ്റെ ഫുട്ബോളിനെ കുറിച്ച് വർണ്ണിക്കുന്നത് അവർ ബോൾ കൂടുതൽ സമയം കാൽക്കൽ വെച്ചുള്ള ഒരു മത്സരമാണ്, അല്ലെങ്കിൽ ഒരു പ്ലേയിങ് ശൈലിയാണ് അവർക്കുള്ളത് എന്നാണ്. പക്ഷേ ഈ യൂറോ കപ്പിലേക്ക് എത്തുമ്പോൾ അത്തരത്തിലുള്ള ആ ഒരു കളിശൈലി മാറി ഒരു അറ്റാക്കിംഗ് ഫുട്ബോളിലേക്ക്, മാക്സിമം ഗോളുകൾ സ്കോർ ചെയ്യുക, അത്തരത്തിലൊരു അറ്റാക്കിംഗ് ഫുട്ബോളിലേക്ക് അവർ കളിക്കുന്നതാണ് കാണാൻ വേണ്ടി സാധിച്ചത്. കഴിഞ്ഞ മത്സരത്തിലും അത്തരത്തിൽ തന്നെയാണ് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. 4-3-3 എന്ന ഒരു ഫോർമേഷനിലായിരുന്നു ഇന്നലെ സ്പെയിൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതേ ഫോർമേഷനിൽ തന്നെയായിരുന്നു ഇറ്റലിയും ഉണ്ടായിരുന്നത്. 2 ടീമും ഒരു അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കുക, ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് കളത്തിലിറങ്ങിയത്. പക്ഷേ ആ ഒരു റിസൾട്ട് ലഭിച്ചു എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം 1-0 എന്ന ആ ഒരു സ്കോറിലായിരുന്നു സ്പെയിൻ വിജയിച്ചത്. അതും ആ ഒരു ഗോൾ എന്ന് പറയുന്നത് സ്പെയിൻ അടിച്ച ഗോളല്ല, ഇറ്റലി ഡിഫൻഡറുടെ കാലിൽ തട്ടി ആ ഒരു പന്ത് വലയിലേക്ക് വീഴുകയായിരുന്നു. 55-ാമത്തെ മിനിറ്റിൽ കലാഫിയോറിയുടെ ഓൺ ഗോളാണ് സ്പെയിനെ രക്ഷിച്ചത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. തീർത്തും 2 ശക്തികൾ തമ്മിലുള്ള മത്സരം, പക്ഷേ ഗോളുകൾ കൊണ്ട് സമ്പന്നമായിരുന്നില്ല. 1-0 ഒരു ഏകപക്ഷീയമായ ഒരു ഗോളിൻ്റെ ഒരു വിജയമായിരുന്നു ആ ഒരു മത്സരത്തിൽ സ്പെയിൻ ഉണ്ടായിരുന്നത്. ഫിജി. ശരി അമൽ.